കൊല്ലം സുധിക്ക് എത്ര ഭാര്യമാരാണ്? അതുപോലെ രേണുസുധി അവിഹിതക്കാരിയായിരുന്നു. കൊല്ലം സുധീനെ തീർത്തതാണോ ആൾക്കാർ? കൊല്ലം സുധി കുടിച്ചു മരിച്ചതാണോ? രേണു വളരെ മോശപ്പെട്ട ഒരു പെണ്ണാണ്. രേണു ആളെ പറ്റിക്കുകയാണ്. അതേപോലെ രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി വരുന്നുണ്ട്, അവളും പറ്റിപ്പീരാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അവിഹിത കഥകൾ, അങ്ങനെയുള്ള കുറേ സംഗതികളാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഇതൊന്നും അവിഹിത കഥകളല്ലെങ്കിൽ നമ്മളത് അവിഹിത കഥകളാക്കും എന്നതാണ് പൊതുവെ ഞാനടക്കമുള്ള ഈ കേരള സമൂഹത്തിലെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഛാദോവികാരം എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ, അതായത് കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പേരില്ലാത്തൊരു യുവതി രംഗത്ത് വന്നിരുന്നു. അവർ രേണുസുധി അവരെ അപമാനിച്ചു, ലിവിങ് ടുഗദർ മാത്രമാണെന്ന് പറഞ്ഞ് കൊച്ചാക്കി സംസാരിച്ചു, ചെറുതാക്കി അവഹേളിച്ചു, തരം താഴ്ത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്. അങ്ങനെ ഒരു ഇതിട്ടത്. അവർ പറയണത് അവരെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എന്ന്. അങ്ങനെ ഫേമസായ ഏതോ യുവതിയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ. അതേപോലെ തന്നെ പക്ഷേ പേര് ഞാൻ പറയൂല എന്ന്. ഐശ്വരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് രണ്ടാം ഭാര്യയാണെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? ഒക്കെ എല്ലാവരും അറിയുന്ന ഒരാളാണെങ്കിൽ എനിക്ക് സൗണ്ട് കേട്ട ഒരാളെ മനസ്സിലായില്ല കേട്ടോ. നേരിയ രണ്ടാം ഭാര്യ അല്ല കൊല്ലം സുധീരെന്ന് ഉറപ്പിക്കാനും പറ്റില്ല. പക്ഷെ അറിയില്ല, ആളുടെ പേരും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു രണ്ടാം ഭാര്യയാണോന്നും അറിയില്ല. പക്ഷേ നമ്മൾ ആളുകൾ അത് വെച്ചിട്ട് എല്ലാവരും, ഞാനടക്കമുള്ള ആളുകൾ റിയാക്ട് ചെയ്തിരുന്നു. റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ട് സംഭവം എന്താ വെച്ചാൽ, രേണുസുധി നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു 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 വിഷയമാണ് രേണുസുധിയുടെ. അപ്പോൾ എനിക്കത് മനസ്സിലായത്, ആൾക്കാർ എത്ര പെട്ടെന്നാണ് ഉൾട്ടയായിട്ട് മാറുന്നത്. നമുക്ക് കമൻറ്റ് സെക്ഷനൊക്കെ നോക്കി മനസ്സിലാവും. പലരും പറയുന്നത് രേണുസുധി നാലാമത്തെ ഭാര്യയാണ്. അപ്പോൾ രേണുസുധി നാലാമത്തെ ഭാര്യയാണ് എന്നുള്ളതുകൊണ്ട് പുതിയൊരു അറിവ് നമുക്ക് തരുന്നുണ്ട്. ഞാൻ പറയുന്ന പോയിൻ്റ് അതല്ല, ഉൾട്ടയായിട്ട് മാറുന്നത് എങ്ങനെയാണ്, പുതിയ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രേണുസുധിനോട് ആളുകൾക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സിമ്പതി, എമ്പതി, ഈ സഹാനുഭൂതി, സ്നേഹം, ഇതൊക്കെ മാറിയിട്ട് പിന്നെ രേണുസുധിയിൽ എല്ലാവരും വെറുക്കുന്ന രീതിയിൽ, എന്താ പറയുക, ഇഷ്ടക്കേട് പിടിച്ചു പറ്റുന്ന കഥാപാത്രമായിട്ട് രേണുസുധി മാറി അല്ലേ. പൊതുസമൂഹത്തിൻ്റെ ഇഷ്ടക്കേട്, ട്രോള് പിടിച്ചു പറ്റുന്ന ഒരവസ്ഥയിലായി മാറി. പിന്നീട് അത് വൻ വെറുപ്പായിട്ട് പലർക്കിടയിൽ മാറി. പിന്നീട് എന്തുണ്ടായി, ഹോട്ട് സീറ്റിൽ 37 വന്ന സമയത്ത് അവളുടെ പേരെന്താണ്, ശാരികയുമായിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൽ ഹോട്ട് സീറ്റ് എപ്പിസോഡ് 2 വന്നപ്പോൾ രേണുസുധിരത്ത് വീണ്ടും ആളുകൾക്ക് ഇഷ്ടം ആയി തുടങ്ങി. അപ്പോൾ ശാരികയായി. രേണുസുധീനെ അങ്ങനെ വെറുപ്പിച്ച രേണുസുധീനെ അങ്ങനെ ഒരു അവസ്ഥയിലാക്കിയ ആ ഇൻ്റർവ്യൂവിൽ അങ്ങനെ രേണുസുധിയുടെ ആളുകൾക്കൊരു ഇഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഇഷ്ടം വരെയുള്ള കാരണക്കാരി ഒരാളുടെ ഇടപെടൽ, ആരുടെ ഇടപെടൽ, മറ്റേ ശാരിക, എന്തൊക്കെ ഞാൻ പറയണത്, എനിക്ക് നന്നായിട്ട് വിശപ്പ് തട്ടിയിട്ടുണ്ട്, അതിൻ്റെ പ്രശ്നം ആങ്കറാണ്, ശാരികയാണ് എന്നുള്ള ലെവലിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഗതി ആളുകൾ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ രേണുസുധിയുടെ പുതിയൊരു ഇൻ്റർവ്യൂ ഇന്നലെ വൈകുന്നേരം രാത്രി യൂട്യൂബിൽ രാത്രി 7-8 മണി സമയത്ത് അപ്ലോഡ് ചെയ്തത്. അതിൽ രേണുസുധി മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് ഞാൻ കല്യാണം കഴിച്ചത്, എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, കൊല്ലം സുധിച്ചേട്ടനായിട്ട്. കൊല്ലം സുധിച്ചേട്ടൻ എന്നെ വാവച്ചി അങ്ങനെ വിളിച്ചായിരുന്നു, ചെറിയ കുട്ടിയെ പോലെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കേണ്ടായിരുന്നു, എന്നൊരു മകൾ എന്നുള്ളതിന് അപ്പുറത്തേക്ക് എന്നെ ഒരു ഭാര്യയായി കരുതിക്കൂടെ എന്നൊക്കെ. ഇതൊക്കെ പൊളിറ്റിക്കലി നമ്മളൊരു സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒരു വേറെ വിഷയമായിട്ട് മാറും. എന്താപ്പോൾ ഇത്. അപ്പോൾ പക്ഷേ ഇവിടെ പറയുന്ന എന്താ പറയുക, ഒരു വൾഗർ ചാറ്റ്, വൾഗറല്ല, അവർക്കത് അടിപൊളിയായിരിക്കും, ബാക്കിയുള്ളവർക്കായിരിക്കും വൾഗർ, ശ്ലീല ചാറ്റ് കണ്ടു എന്നൊക്കെ പറയുന്നത്. രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന 37 പറയുന്നുണ്ടല്ലോ, അതാണ് അങ്ങ് മെസ്സേജ് കണ്ടു, അതാണ് ഡിവോഴ്സിന് കാരണം എന്നൊക്കെ പറഞ്ഞില്ലേ. കൊല്ലം സുധീനെ രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് രണ്ടാമത്തെ ഭാര്യ ഇറക്കി വിട്ടു എന്നൊക്കെ, അങ്ങനെയുള്ളൊരു സംഗതി. അപ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവിഹിതം എന്ന് പറയില്ലേ, അതിനല്ലേ നമ്മൾ അവിഹിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കൊല്ലം സുധി വൻ അവിഹിതക്കാരനായി. ബാക്കിയുള്ളവരൊക്കെ എന്നിട്ട് കൊല്ലം സുധീർ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. ഈ കമൻറ്റ് ഇടുന്ന പല ആൾക്കാർ, എനിക്ക് പേഴ്സണലി അറിയാതെ ചില ആൾക്കാരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കത് മനസ്സിലായി സാധനം, പല യൂട്യൂബ് വീഡിയോസിൻ്റെ താഴെ എനിക്കത് മനസ്സിലായി സാർ, ഇവർ അതിനേക്കാൾ വലിയ അവിഹിതകളുള്ള ആൾക്കാരാണ്. പക്ഷേ അവിടെ പറയുന്നത് കൊല്ലം സുധി അവിഹിതക്കാരനായി, രേണുസുധി അവിഹിതക്കാരിയായി ഇവരെ കണ്ടില്ല, ഇവർ ഡീസൻറ്റും. അപ്പോൾ അല്ല, കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ള ലെവലിലൊക്കെ ആണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞു, അല്ല നമുക്കിപ്പോൾ ഒരാളെ വിമർശിക്കണമെങ്കിൽ ഇതിൻ്റെ വേറൊരു തലമുണ്ട്. നമുക്ക് ഒരാളെ വിമർശിക്കണമെങ്കിൽ നമ്മളാ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ ഇന്നിവിടെ ആരെയും ഉപദേശിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഒരു പക്ഷേ വന്നു ചേർന്നിരിക്കാം.
ഒരാളെ അനലൈസ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥ. എന്തായാലും ഒരു സദാചാരത്തിൻ്റെ ഒരു സമൂഹത്തിൽ രേണുസുധിക്കൊക്കെ വൻ മാർക്കറ്റുണ്ട്. അപ്പോൾ അതാണ് കാര്യം. എന്തായാലും ബിഗ് ബോസിൽ രേണുസുധീനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 90% ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 90 അല്ല 100% പ്രതീക്ഷിക്കുന്നുണ്ട്. രേണുസുധി ഈ വിഷയങ്ങളൊക്കെ ബിഗ് ബോസിൽ ആളി കത്തുന്നുണ്ടായിരിക്കും. രേണുസുധി ഷാജിദാത്തയും കൂടി ബിഗ് ബോസിൽ വരുമ്പോൾ അടിപൊളിയായിരിക്കും തോന്നുന്നത്. നല്ല രസമായിരിക്കും. ഇവർ രണ്ടെണ്ണം കൂട്ടിയാണ് കൂട്ടിക്കൂട്ടർ അവർ. എന്തായാലും രേണുസുധി എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഇത് സത്യമാണെങ്കിൽ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന അവർ ഒന്ന് സംസാരിച്ച് സത്യമാണെങ്കിൽ എന്തിനായിരിക്കും രേണുസുധി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? 2 ഭാര്യമാരേ ഉള്ളൂ. രണ്ടാമത്തെ ഭാര്യ രേണുസുധിയാണ്. മറ്റേ അവരായിട്ട് ലിവിങ് ടുഗദർ ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 മാസം എന്താണ് ഒരുമിച്ചുണ്ടായിരുന്നു. 1 മാസമാണോ 1 കൊല്ലമൊക്കെ കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും ചുരുങ്ങിയ കാലം മാത്രമേ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനുള്ള കാരണം എന്തായിരിക്കും? രേണുസുധി ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നോ? അതോ ഇന്നുണ്ടാക്കുന്ന പല വിവാദങ്ങളും ബഹളങ്ങളും ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി ഒരു കോലത്തിലാണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ആയിരിക്കും തന്നെ എനിക്ക് തോന്നണത്. എന്തായാലും രേണുസുധി ഭരിക്കുന്ന ഷാജി ഭരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് അശ്ലീലത്തിനെതിരെ സംസാരിക്കുകയും അല്ലേ, എന്നാൽ അശ്ലീലം കാണാനും കേൾക്കാനും ആഗ്രഹിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിലേക്കാണ്, റിയാക്ഷൻ ചാനലുകൾക്കിടയിലേക്കാണ്, ആ ഒരു തേങ്ങാക്കൊല വാങ്ങിയേക്കാണ് രേണുസുധിയുടെ രംഗപ്രവേശം. കൊല്ലസുധിയുടെ ആൾക്കാർ കൊല്ലസുധി ഇത്രക്കാരനായിരുന്നു എന്നൊക്കെ, അതായത് ഇവർക്ക് ആൾക്കാർ സഹിക്കാൻ പറ്റില്ലേ. കൊല്ലസുധി അശ്ലീല മെസ്സേജ് അയച്ചോ, കൊല്ലസുധി രേണുസുധി അശ്ലീല മെസ്സേജോ, കൊല്ലസുധി 3 കെട്ടിയോ, അയ്യോ അങ്ങനെ കെട്ടാൻ പാടുണ്ടോ? ആളെത്ര കെട്ടിയാലും നമുക്ക് എന്താ, നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ എന്താ എന്തായാലും കൊല്ലസുധിയെ ചെയ്യാൻ പാടില്ല. അതൊക്കെ കൊല്ലസുധിയോടൊക്കെ ഒരു ആൾക്കാർക്ക് ഒരു ദേഷ്യം. കൊല്ലസുധീനെ എന്താ വിഗ്രഹമായിട്ടാണ് ആൾക്കാർ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ദൈവമായിട്ടാണ് ആൾക്കാർ കരുതിയിരുന്നത്. എന്താ ഉദ്ദേശിക്കണത്? ആൾക്കെന്താ അങ്ങനെ ചെയ്യാൻ പാടില്ലേ? അപ്പോൾ കൊല്ലസുധിയോടുള്ള ഒരു സോഫ്റ്റ് കോർണറിൻ്റെ ഇതിലാണെന്ന് രേണുസുധിയോടും തുടക്കത്തിൽ ആളുകൾക്ക് ഒരു സോഫ്റ്റ് കോർണർ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൊല്ലസുധിയോടുള്ള ഈ സോഫ്റ്റ് കോർണർ മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെയ്റ്റ് വേറെ ചില ആളുകൾക്ക് ഗുണമാവാനും ദോഷമാവാനും സാധ്യത ഉണ്ട് അല്ലേ? ഇപ്പോൾ വന്നത് ഇനി ചില ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ കമൻസൊക്കെ. അതായത് ഇങ്ങനെ, അയ്യോ ആ കുട്ടികളെന്ത് പഴച്ചു, കുട്ടികളാണ് ദുരിതം അനുഭവിച്ചത്, ഭാര്യ രേണുസുധിക്കും കൊല്ലസുധിയുടെ ആദ്യ ഭാര്യയ്ക്കും കൊല്ലസുധിക്കും രേണുസുധിക്കും ഒക്കെ കഴപ്പാണ്, കുത്തി കഴപ്പാണെന്നൊക്കെ ഒക്കെ കള്ള ജന്തുക്കൾ പറഞ്ഞിട്ട് അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ കുട്ടികളെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും. എനിക്ക് വന്ന് ചിലപ്പോൾ ആദ്യ ഭാര്യനെ ഇപ്പോൾ ആളുകളൊക്കെ വെറുക്കപ്പെട്ട ലെവലിലല്ലേ പലരെടുത്ത് ഒളിച്ചോടി പോയത്, കൊല്ലസുധിയുടെ അടുത്തുനിന്ന് ഒളിച്ചോടി പോയി എന്നൊക്കെ. എനിക്ക് വന്ന് ഇനി പലരും വിചാരിക്കേണ്ടാവും, ഈ ചെങ്ങായിയുടെ പെൺകോന്തൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടതായിരിക്കും ആ കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. എന്താണ് എത്ര പെട്ടെന്ന് അത് മാറുന്നത്, ആറ്റിറ്റ്യൂഡ് മാറുന്ന ആളുകളുടെ. ഒരു പക്ഷേ ഇങ്ങനെയും സാധ്യത ഉണ്ട് കേട്ടോ. പറയില്ലേ, കൊല്ലസുധിയുടെ 1ാമത്തെ ഭാര്യനെ ആളുകൾ വെറുക്കുകയും ദേഷ്യപ്പെടുകയും, എന്താ ഇവളങ്ങനെ ചെയ്യാൻ പോകണ്ടോ, കുട്ടീനെ ഒഴിവാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇത് മാറിയിട്ട് ഇപ്പോൾ കൊല്ലസുധിയുടെ 1ാമത്തെ ഭാര്യ എന്നാലും പാവലെ രക്ഷപ്പെട്ടതാണെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കില്ലേ. ഇതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ആളുകൾ വർക്കുകയും ചെയ്യും. പബ്ലിക് മെമ്മറി വളരെ ഷോർട്ടാണ്. ആളുകളുടെ ആറ്റിറ്റ്യൂഡേ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രശ്നേഷിനെ ഇതിൻ്റെ ഇടയിലാണ് പ്രശ്നേഷ് വന്ന് കയറിക്കുന്നത്. പ്രശ്നേഷിന് ഇപ്പോൾ ആർക്കും വേണ്ട. ഇന്നലെ ആരും പ്രശ്നേഷിനെ കുറിച്ച് റിയാക്ട് ചെയ്ത് കണ്ടില്ല. ഞാൻ റിയാക്ഷൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു പട്ടിച്ചാത്തനെ അത് വേണ്ട വന്നിട്ട് ആരും കാണുമില്ല. എന്താ ചെയ്യുക? രേണുസുധിയിലിട്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടൊക്കെ ആൾക്കാർ കാണും. അപ്പോൾ എന്താ നിങ്ങൾക്ക് രേണുസുധിനെ ഇഷ്ടമാണ്? എന്താ രേണുസുധിനെ കുറിച്ച് നിങ്ങൾക്ക് വന്നത്? എന്നെ സംബന്ധിച്ചോളം ഒരാളും പെർഫെക്റ്റ് അല്ല. അവർക്ക് അവരുടേതായ കഥകളുണ്ട്, കഥകൾ, അബദ്ധങ്ങൾ, പോരായ്മകൾ എല്ലാം ഉണ്ടായിരിക്കും. അതങ്ങനെയാണ്. നമ്മൾ ആരപ്പോൾ പെർഫെക്റ്റ് ആയ ആളുകൾ. പിന്നെ എന്തുകൊണ്ടിട്ട് നമ്മൾ പെർഫെക്റ്റ് എന്നൊക്കെ പറയണത്? എന്താ ഇപ്പോൾ ഈ പെർഫെക്ഷൻ? എന്താണ് ഈ കറക്റ്റ് ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ